ഇവനെന്താ ചെയ്യുന്നത്? മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്. നാണവും മാനമില്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ എന്താ പറയാ, എന്തിലും ഏതിലും വർഗീയത കണ്ടെത്തുന്ന കുറെ ജനങ്ങൾ. എന്താ പറയുക, രക്ഷിക്കുന്നത് ഒരു മുസ്ലിമും ഒരു അപകടത്തിൽ പെട്ടത് ഒരു ഹിന്ദു ആണെങ്കിൽ പെട്ടു, അവിടെ വർഗീയത കൊണ്ട് കലത്തിക്കൊണ്ടുവന്നു. ഇതുപോലത്തെ രണ്ട് മൂന്ന് വിഷ ജന്തുക്കൾ ഉണ്ടായാൽ മതി. ഞാൻ ഒരുപാട് ഇതിൽ നോക്കുന്നു, ഇവർ എപ്പോഴും വർഗീയത മാത്രം കുത്തിക്കയറ്റി ജനങ്ങളെ എന്താ പറയുക, ഇപ്പം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർ പല രീതിയിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയത അവിടെ കുത്തിത്തള്ളിക്കൊണ്ടുവന്ന് ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷജന്തുക്കൾ. ഇങ്ങനെയുണ്ട് കുറേ വിഷജന്തുക്കൾ. ഇവരെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇങ്ങനെയും വർഗീയത പറഞ്ഞുണ്ടാക്കി ഇവർക്ക് എന്ത് കിട്ടാനാണ്? എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയും കുറേ മരവാഴകൾ തന്നെ പറയാം. അയാൾ പറയുന്നത് കണ്ടില്ലേ, മനാഫിനെ കുറേ കിളവികളും കുറേ കിളവന്മാരും കുറേ ആളുകളും സപ്പോർട്ട് ചെയ്യുന്നു എന്ന്. ഇവനെയൊക്കെ പഠിച്ച സമയം കൊണ്ട് ഇവനെയൊക്കെ എന്താ പറയുക? അതുപോലെ അവളും തന്നെ, അവൾ വെറും മുസ്ലിങ്ങൾ എന്താ പറയുക, ഒരു തരത്തിലും ഇതാകാൻ സമ്മതിക്കാത്തൊരു മരവാഴയാണ് അവൾ. മരവാഴ അങ്ങനത്തെ വിഷജന്തുവായിട്ടുള്ളൊരു വിഷമാണ് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അതിൻ്റെ പേര് പറയാൻ തന്നെ എനിക്ക് അറപ്പാണ്. ഞാൻ അതിൻ്റെ കുറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്. അതിലെല്ലാം എന്താ പറയുക, വർഗീയത കുത്തിത്തള്ളി കൊണ്ടുവരുത്തുന്ന ഒരു വിഷജന്തു തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇവിടെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ എന്താണ് പറയേണ്ടത്? അപ്പോൾ ബാക്കിയൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അല്ല, നിങ്ങൾ ഓരോ സ്റ്റേജ് കാണും. ഞങ്ങളുടെ സ്റ്റേജിൽ ഇവൻ ആ മാലയിട്ട് സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപഹാരങ്ങൾ സമ്മാനിക്കുന്നതും ഒക്കെ നമുക്ക് അർജുനെ നേരിട്ട് നമുക്ക് അവരെ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലായിരുന്നു. അവനെ പൂമാല ഇട്ടിട്ടെങ്കിലും സ്വീകരിക്കായിരുന്നു, അല്ലെ മനാഫിന. പക്ഷേ അർജുനന്റെ ബോഡി വെള്ളത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണോ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഇവനെ പൂജിക്കുന്നത്? അർജുൻ മരിക്കണമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഇതിനെന്താ പറയാ? ഈ വിവരക്കേടിന് എന്താ പറയേണ്ടത്? ഈ തളച്ചിയോട് ഈ വിവരക്കേടിന് എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ. എല്ലാവരും എന്താ പറയുക, അത്രത്തോളം എങ്ങനെയാണ് അർജുനെ കാത്തിരുന്നത് എന്നുള്ളത് ഓരോ വീഡിയോസും ഓരോ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, ഇപ്പോൾ അർജുന് ജീവനോടെ കൊണ്ടുവരാതെ ശവം കൊണ്ടുവന്നപ്പോഴാണോ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ച് മനാഫിന് ഇത്രയും കയ്യടികൾ കൊടുത്തിരിക്കുന്നതെന്നൊക്കെയാണ് ഈ വിഷജന്തു പറയുന്നത്. ഇപ്പം നമ്മളെല്ലാവരും കണ്ടതാണ് മനാഫ് എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. മനാഫിനെതിരെ അർജുൻ്റെ ഫാമിലി രംഗത്ത് വന്ന് മനാഫിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവൾക്കൊന്നും സഹിക്കുന്നുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഇതാ മാപ്പൊക്കെ ചോദിച്ചു, അവർ എല്ലാവരും ഒന്നായിട്ടുണ്ട്. മാഷാഅല്ലാ, എന്തായാലും അർജുൻ്റെ ഫാമിലിക്ക് മനാഫിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. മനാഫ് അവിടെ പോയി അവരെല്ലാം കണ്ടു, എല്ലാം സോൾവായി, അവരെല്ലാം ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെയുള്ള വിഷജന്തുക്കളുടെ ക്രിമികടി ഒന്നും മാറിയിട്ടില്ല. ഇവർക്ക് എന്താ പറയേണ്ടത്, എന്താ പ്രതികരിക്കേണ്ടതെന്ന് അറിയാത്ത കുറേ അമ്മച്ചിമാർ. ഇവളെയൊക്കെ എന്താ പറയേണ്ടത്? ഇതുപോലെയും വിഷം കുത്തിവെക്കുന്ന വർഗീയത കലർത്തുന്ന ഒരു പറ്റം ജനങ്ങൾ. ഈ തള്ളനെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇവളെയൊക്കെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഇവളെയൊന്നും പറയുകയല്ല ചെയ്യേണ്ടത്, ഇവളെയൊക്കെ പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അത്രയും വിഷജന്തുവാണ് ഇങ്ങനെയുള്ള കുറേ എണ്ണങ്ങൾ. അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. സ്നേഹാദരം, സെൻഡ് ഓഫ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള കേരളത്തിലെ വിഡ്ഢികളോടാണ് ചോദിക്കുന്നത്. അർജുന ജീവനോടെയല്ല കിട്ടിയത്. 72 ദിവസം. ആ 72 ദിവസം എങ്ങനെ ലേറ്റായി എന്നുള്ളത് കർണാടക സർക്കാർ കൃത്യമായിട്ടൊരു മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അല്ലെ സുഹൃത്തുക്കളെ? ആഹാ, എന്തൊരു നല്ല ന്യായം. മനാഫിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ കുടുംബത്തോടൊപ്പം, അതായത് ആ കുടുംബത്തിന് ഒരാളാണ് നഷ്ടപ്പെട്ടത്. ആ ആള് നഷ്ടപ്പെട്ടിട്ടും ഇവരെ പോലെയുള്ള ആൾക്കാരെ സ്നേഹാദരങ്ങൾ പിടിച്ചു വാങ്ങുമ്പോൾ ഓരോ ദിവസം അർജുന്റെ ഓർമ്മ പിന്നെയും വരിക ചെയ്യാം, അല്ലെ? അപ്പൊ അതാണ് ആ വീട്ടുകാർ പറഞ്ഞത്. ഇവനെന്താ ചെയ്യുന്നത്? മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത്. നാണവും മാനമില്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം, അല്ലാണ്ട് വേറെ ഒന്നും. ഈ പെണ്ണുമ്പിള്ള പറയണത് കേട്ടോ, മനാഫിനെ വെളുപ്പിച്ചിട്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഉള്ളത്? ഈ പെണ്ണുമ്പിള്ള എന്താ പറയണതെന്ന് ഈ പെണ്ണുമ്പിളയ്ക്ക് തന്നെ അറിയുന്നില്ല. ഇവിടെ എന്തൊക്കെയോ വിളിച്ച് പറയണം. ആരെയാണ് വെളുപ്പിക്കുന്നതെന്ന് നിന്റെ വർത്താനത്തിൽ നല്ലോണം മനസ്സിലാവുന്നുണ്ട് തളച്ചി. നിന്റെ വർത്താനത്തിൽ നിന്ന് എല്ലാവർക്കും നല്ല പോലെ മനസ്സിലാവും ആരെയാണ് വെളുപ്പിക്കാൻ നോക്കുന്നതെന്ന്. ഇപ്പൊ മനാഫിനെ ഇപ്പൊ ഇത്രയും ജനങ്ങൾക്ക് വെളുപ്പിച്ചിട്ട് അവർക്ക് എന്ത് നേട്ടമാണ് കിട്ടാതെന്നുള്ളത് അതും കൂടെ നീ ഒന്ന് പറഞ്ഞതാ. ഇതുപോലെ തന്നെ ഇവളെക്കാളും ഡബിൾ സ്ട്രോങ്ങിൽ വേറെ ഒരുത്തൻ വന്നിട്ട്
സമയത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ആയിരുന്നു അമ്പും വില്ലും AK-47 കത്തി കുന്തം മലപ്പുറം മനാഫ് കോഴിക്കോട് വെള്ളരിപ്രാവ് ഞമ്മന്റെ സുഡാപ്പി ഇതാ വെളുത്ത് 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 വലിയ മാർപ്പാപ്പ പട്ടൊക്കെ നേടി സമാധാനത്തിനുള്ള അവാർഡും കൂടി ഇനി ഞമ്മന്റെ മനാഫ് സുഡാപ്പിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്തുട്ടാ പറയാതെ നോക്കൂ, എന്തൊരു കഷ്ടാണെന്ന് ആലോചിച്ചത്. അമിതമായിട്ട് വിനയം കാണിക്കുന്ന ആളുകളെ, പ്രത്യേകിച്ച് അതൊരു സുഡാപ്പി കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നമ്മളൊക്കെ കൃത്യമായി തെളിവ് സഹിതം സംസാരിച്ച സമയത്ത് മനാഫിനെ അനുകൂലിക്കുന്ന കുറെ എണ്ണം നമ്മളെയൊക്കെ പച്ച തെറി വിളിക്കാൻ വേണ്ടി വന്നിരുന്നില്ലേ? ആ തെറി വിളിച്ചവന്മാർക്കൊക്കെ കൃത്യമായിട്ട് മുഖമടച്ചടി കൊടുത്ത് മനാഫ് എന്ന് പറയുന്ന ഡാഷ് 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 മോൻ, ബാക്കി അത് നിങ്ങളോട് പൂരിപ്പിച്ചാൽ മതി. കാരണം പലർക്കും മനാഫ് ഈ ലോകത്തിന്റെ തന്നെ മാതൃകയാണ്. നോക്കൂ, നമ്മൾക്കറിയാം ഒരു സുഡാപ്പിയെ, ഒരു ജിഹാദിയെ എങ്ങനെയാണ് ഇവിടുത്തെ ജിഹാദികൾ വെളുപ്പിച്ചെടുക്കുക എന്ന് കൃത്യമായിട്ടും അറിയാം. അത് കൃത്യമായിട്ട് മനാഫ് അത് ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും മനാഫിനെതിരെ അർജുൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കുടുംബം തന്നെ രംഗത്ത്. മനാഫെന്ന് കേട്ടപ്പോ തന്നെ സുഡാപ്പിയാണ് ജിഹാദിയാണെന്നുള്ളത് എങ്ങേരങ്ങ് ഉറപ്പിച്ചു. എന്തൊരു ഇതില്ല, എന്തൊരു ഇതാണ് കേൾക്കാൻ. നല്ല സുഖമുണ്ട് നിന്റെ വാക്കുകൾ കേൾക്കാൻ, നല്ല സുഖം. ഒരാളെ പിടിച്ച് സുഡാപ്പിയാക്കാനുള്ള ഒരു ശുഷ്കാന്തി നോക്കാവൻ്റെ, വല്ലാത്ത ജാതി. എന്താണെങ്കിലും ചേട്ടൻ കൊള്ളാം. എന്ത് പറഞ്ഞാലും സുഡാപ്പി എന്നും എന്താ പറയാ സംഖ്യ എന്നും പറഞ്ഞ് എഴുതി തള്ളുന്ന ഒരു പറ്റം കുറേ ജനങ്ങൾ. മറുഭാഗത്ത് ആരാണോ മുസ്ലിം ആണെങ്കിൽ സുഡാപ്പി എന്നും ഹിന്ദു ആണെങ്കിൽ സംഖ്യ എന്നും പറഞ്ഞ് അവരെ അടിച്ചാക്ഷേപിക്കുന്ന കുറേ പറ്റം ജനങ്ങൾ. ഇവനെയൊക്കെ എന്താ പറയേണ്ടത്? ഇവനെയൊന്നും ഡാഷ് മോൻ എന്നുള്ളത് മനാഫിനെയല്ലേ വിളിക്കുന്നത്. അതിന് ചേരുന്നത് നിനക്കാണ് ആ ഡാഷിൻ്റെ അവിടെ നിന്നെയാണ് ഫിൽ ചെയ്തിട്ട് നിന്റെ പേരാണ് അവിടെ ചേർത്തിടേണ്ടത്, അല്ലാതെ മനാഫിന്റെ പേരല്ല. അതിനുള്ള ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ടു നോക്കൂ. സ്നേഹ നമസ്കാരം. നോക്കൂ, ഈ ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല, പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ, സുഡാപ്പികളാണെങ്കിൽ, ജിഹാദികളാണെങ്കിൽ, മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക, ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വലയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ കത്തിജ്വലിച്ചു നിൽക്കുന്നത്. ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട്, പണ്ട് നമ്മുടെ തുവൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടേയിട്ടില്ലേ, അതുപോലെ കൊണ്ടേയിടണം എന്ന് തോന്നുക. കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ്. എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു, എന്താണ് അവനെ പറയാ, അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ്. കാരണം എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡാഷ്മോനെ വിളിക്കേണ്ടത്. പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും എന്തുമാത്രം വിഷം നിറഞ്ഞൊരു മനുഷ്യനില്ലേ. ഇവനക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളൊരു ജാതി ഇത്രയും അധിക്ഷേപിച്ച് പറയരുത്. ഇവനക്ക് ഇത്രയും കൊടിയേറി വിഷം നിറഞ്ഞ വിഷജന്തുക്കളെ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും വിഷമാണ്. ഇവൻ്റെ ചുറ്റുമുള്ള മുസ്ലിങ്ങളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവനെ എന്ത് ഇതിലാണ് ഇവൻ്റെ ചുറ്റും മുസ്ലിങ്ങൾ ഇരിക്കുക? ഇതാണ് ഇവനക്ക് ആരും മുസ്ലിം സുഹൃത്തുക്കൾ ഒരാളും ഇല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഇത്രയും മാത്രം ഇവനക്ക് മുസ്ലിങ്ങളോട് എന്തിനാണ് ഇത്രയും ദേഷ്യവും വിരോധം? ഇത്രയും വിഷം ഉള്ള ഒരു മനുഷ്യരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല. അമ്മാതിരി വിഷം നിറഞ്ഞ രണ്ട് വിഷ ജന്തുക്കൾ. ഇവരെയൊക്കെ എന്ത് പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇവർ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഏതെങ്കിലും ഒരു ഇതിൽ പോവുകയാണെങ്കിലും ഇവർ മുസ്ലിങ്ങളായിട്ട് യാതൊരു സഹകരണവും ഇല്ല എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. നമുക്ക് മതവും ഇതൊക്കെ നമ്മൾ ഇതാവുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരു ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാ മതസ്ഥരുമായിട്ട് നമ്മൾക്ക് ഇടപഴകേണ്ട ഇത് വരും. ഇവർ ഹിന്ദുക്കളെ മാത്രമാണോ ഇവർ ഇടപഴകി ജീവിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവരിപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും അല്ലെങ്കിൽ വക്കീലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഇതിലാണെങ്കിലും ഇവർ മുസ്ലിങ്ങളുമായിട്ട് മുസ്ലിം ഇതുള്ള അവിടെ പോവുകയില്ലേ? അവരെ എത്രമാത്രം അടിച്ചാക്ഷേപിക്കാൻ മാത്രം മുസ്ലിങ്ങളോട് ഇവർക്ക് എന്ത് വിരോധമാണെന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. മനാഫ് മുസ്ലിം ആയതാണോ നിങ്ങളുടെയൊക്കെ ചൊറിച്ചലിന് കാരണം എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്നാലും ഒരു മനുഷ്യനും ഇത്രയും വിഷമുള്ള മനുഷ്യർ ആവാൻ പാടില്ല. അത്രയ്ക്കും കൊടിയ വിഷമുള്ള വിഷജന്തുക്കളാണ് ഈ രണ്ടെണ്ണം. അപ്പോൾ എന്തായാലും എന്ത് പറഞ്ഞാലും ഇപ്പം അവർ ഒന്നിച്ചു. എന്താ പറയുക, മനാഫാണെങ്കിലും അർജുൻ്റെ ഫാമിലി ഇപ്പോൾ അവരെല്ലാം തെറ്റിദ്ധാരണയൊക്കെ മാറ്റി അവർ ഒന്നിച്ചിട്ടുണ്ട്. അതെന്തായാലും കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അതിനിടയിൽ ഇപ്പോൾ യുവന്മാരിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും ഇവർ തമ്മിൽ എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. എന്തായാലും എപ്പോഴാണെങ്കിലും സത്യം തന്നെ പുറത്ത് വരും. സത്യത്തിന് ഇപ്പോൾ വിലയുള്ളൂ. സത്യം മാത്രമേ പുറത്ത് വരുള്ളൂ. എത്ര നുണകൾ ഉയർത്താൻ നമ്മൾ ശ്രമിച്ചാലും ലാസ്റ്റ് അതെല്ലാം തട്ടിമാറ്റി സത്യം പുറത്ത് വരും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ മനാഫിൻ്റെ ഭാഗം ക്ലിയർ
എന്താണെന്നുള്ളത് അർജുൻ്റെ ഫാമിലിക്ക് മനസ്സിലായി. ഇപ്പോൾ അവരെന്തായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്ത് അവരൊന്നിച്ചിട്ടുണ്ട്. അതിനെന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഈ സംഖ്യവാണങ്ങളുടെ വർത്താനം കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും വിഷജന്തുക്കളായ രണ്ട് കൊടിയ വിഷങ്ങളാണ് വന്ന് ഇങ്ങനെയൊക്കെ മനാഫിനെ കുറ്റം പറഞ്ഞ് അതെനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.